ഗൈസ്, അപ്പോ ഇന്നത്തെ വ്ലോഗ് കുട്ടി പഠിച്ചോണ്ട് വരുന്നതേ ഉള്ളൂ. കുട്ടി പഠിച്ചു. ശരി, അപ്പൊ ഇത് ഞാൻ ഇനി എന്നാക്കൊക്കെ ഇതിനുള്ളപ്പോ ഇവരെ കൊണ്ട് പറയുന്നില്ല. അപ്പൊ ഇന്നത്തെ വ്ലോഗ് പെട്ടെന്ന് തീരുമാനിച്ചാണ് കേട്ടോ. ഇപ്പൊ ഇവിടം വരെ ഞങ്ങൾ ആക്ച്വലി ചുമ്മാ ഹാങ് ഔട്ട് ചെയ്യാൻ ഇറങ്ങിയതാ. ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് കണ്ടെത്തിയതായിരിക്കും, സോ ഞാൻ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വ്ലോഗ് എടുക്കാം. പക്ഷേ ഇതൊരു ഭയങ്കര എക്സ്പെൻസീവ് വ്ലോഗാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം 3 കോടി തൊട്ടാണ് ഈ വ്ലോഗിന്റെ വില വരുന്നത്. അതാണ് ഈ വ്ലോഗിന്റെ പ്രത്യേകത. ആ കോടീശ്വരൻ എന്തായി നിൽക്കുന്ന ആളാണ് ഇത്. ഈ മുഖം നിങ്ങൾ എന്റെ കഴിഞ്ഞ ഡേ മൈ ലൈഫിൽ കണ്ടു കാണും. നമുക്ക് 5-6 കട്ട്ലറ്റ് കൊണ്ട് തന്ന ആ വ്യക്തിയാണ് ഈ വ്യക്തി. ഇത് ഞാൻ കഴിച്ചു, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. ശർക്കര ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉപ്പേരിയും അതും കൊണ്ട് തന്നായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ചേട്ടൻ നമ്മുടെ ക്വീൻസ് വാക്വേയില് മറീന 1-ല് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഞാൻ അത് നേരത്തെ ഇട്ടത് കൊണ്ട് മറന്നുപോയി. അപ്പൊ അത് നമ്മളിടയ്ക്ക് ഇങ്ങനെ വെറുതെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ട് ഇതില് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഡെറ്റാനിൽ വർക്ക് ചെയ്ത സമയത്ത് ഇതിനെ വഴി നടക്കും, ഓപ്പോസിറ്റ് നടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാണ് ഏതാണെന്നൊക്കെ കാണാൻ സ്റ്റുഡിയോ കിട്ടി. അപ്പൊ അങ്ങനെ സ്റ്റുഡിയോസിറ്റാണ് ഞങ്ങൾക്ക് എന്നെ കാണിച്ചു തരുമ്പോൾ അതിനെന്താ എന്റെ സ്വന്തം ഫ്ലാറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അല്ല, ഞാനും പിന്നെ കാര്യവിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാം. നിങ്ങൾക്ക് മാത്രം എടുത്താൽ മതി. ഞാനും കോടികൾ മുടക്കി എടുക്കട്ടെ ഒരു ഫ്ലാറ്റ്. അങ്ങനെയല്ല കേട്ടോ, അതെ ആപാദമായിട്ട് അങ്ങനെ. അപ്പൊ എന്തായാലും വെയിൽ വന്നു, ടാൻ അടിക്കും. സോ അതുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് പോട്ടെ. അകത്തോട്ട് പോയി കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെ സെറ്റപ്പ് കാണാൻ എനിക്ക് തോന്നിയ വരുന്നുണ്ടോ നിങ്ങൾ? എന്റെ സ്വന്തം ഫ്ലറ്റ് പോലെ ഞാൻ പോവാം. ഹലോ സർ, വെൽക്കം ടു മറീന 1. ഇതിന്റെ മോനെ കാണാം. സോ നമ്മള് മേളിലോട്ട് വന്നു. ഇത് ആക്ച്വലി ഈ ബിൽഡിങ് ഞാൻ വീട് കണ്ടപ്പോൾ വിചാരിച്ചു ഇത്രയും കുഞ്ഞു ഫ്ലാറ്റാണോ, പക്ഷെ അങ്ങനെയല്ല. ഇത് ഇപ്പം എന്താ പറയുക, ഇപ്പം താൽക്കാലികമായിട്ട് പണിതിരിക്കുന്ന ബിൽഡിംഗ് ആണ്. ഇവിടെ നമുക്ക് സാമ്പിൾ ഉണ്ട്. സാമ്പിൾ വെടിക്കെട്ട് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒറിജിനലിലേക്ക് പോകുന്നത്. ഒറിജിനൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ ഗായ്സ്, അപ്പൊ പുതിയ ഫ്ലാറ്റ് എടുക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് എവിടെയാണ് ഇവിടെ ഉണ്ടോ, ഇങ്ങനെയാണ് ഫ്ലാറ്റ് ഉണ്ടാവുക. ആക്ച്വലി ശരിക്കും പോലെ ഒന്നും കഥ വരുന്നത്. ചേട്ടനാണ് എടുക്കുന്നത്, ഞങ്ങളൊക്കെ കൂടെ വന്ന് ഇത്തിൽക്കണ്ണികളാണ്. ചേട്ടൻ എവിടെയാണ് ഇതിന്റെ ഫ്ലാറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്? ഈ ബ്ലോക്കിലാണ്, ഇവിടെയാണ് 23rd ഫ്ലോർ. 23rd. ഇത് മൊത്തം 25 ഉണ്ട് അല്ലേ? 25. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു മനുഷ്യൻ കിടപ്പുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. അതാ എന്ന് പറയുന്നത് നമുക്കൊരു 25 മതി അല്ലേ? 25 അല്ല വേണം. ഇതിന്റെ ഇപ്പത്തേക്ക ഇവിടുന്ന് വിളിക്കുമ്പോ കേൾക്കണം. ഇതാണ് ഇതിന്റെ മിനിയേച്ചർ. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. യു ആർ ഹിയർ എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നുണ്ടോ? ഇവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇത് പൊളിക്കും. ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ആവും. ഇത് ഇവിടെ മറ്റേ സ്റ്റേഡിയം പോലെ വരും. ഇത് സ്റ്റേഡിയം പോലെ വന്നിട്ട് ഇത് മറ്റേ റോഡ്, നമ്മൾ പറഞ്ഞ റോഡ്. നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്തത്, ഇൻട്രോ. എന്നിട്ട് ഇതാണ് സ്ഥലം. ഇപ്പൊ താക്കോൽ എവിടെ വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ താക്കോൽ എവിടെ വെച്ചിരിക്കുന്നത്? ഇതാണ് കടൽ. ഇത് കര. ഇത് ചുട്ടം. പക്ഷെ നല്ല രസമുണ്ടല്ലേ? ഇതിനൊക്കെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയാവുന്ന ഒരാൾ ഇവിടെ നമുക്ക് അങ്ങനെ ചോദിക്കാം. എന്തിനാ വെറുതെ ഞാൻ പറയുന്നത് ഹൈ ചേട്ടാ എന്നെ അപ്പുറത്ത് നോക്കുക ഏത് വട്ടിനെ കൊണ്ടാണോ ചേട്ടൻ വന്നത്? ഞാൻ ചേട്ടന്റെ ഫ്രണ്ടാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചേട്ടന് മൈക്ക് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് ചേട്ടൻ വന്ന് തിരിച്ചു തരുന്നത് കായലല്ല കടലല്ല കായലാണ് കേട്ടോ. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചേട്ടൻ എനിക്ക് ചേട്ടൻ പേടിപ്പിക്കുന്നത് പോലെ ഹൈ ഒക്കെ പറയുന്നത് ഞാനൊന്നും അടിച്ചമാറ്റാൻ വന്നതല്ല. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ഇവിടെയാണ്. നമുക്ക് ഈ ടെമ്പററി ബിൽഡിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൊക്കാലിറ്റിയിലാണ്. സോ ഇൻ ഫ്യൂച്ചർ നമ്മൾ ഈ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യും. ഈ സ്ട്രക്ചർ അങ്ങനെ തന്നെ ഡിമോളിഷ് ചെയ്യും. ഇവിടെയാണ് ഈ ടെന്നീസ് കോർട്ടും ക്രിക്കറ്റ് പിച്ചും വരുന്നത്. അപ്പോ ഈ വഴിയാണ് ഈ പ്രോജക്റ്റിലേക്ക് ഇപ്പൊ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വഴി എൻട്രി. ഓക്കെ, സോ നമ്മൾ ടോട്ടൽ ലാൻഡ് ഏരിയ ഒരു 17 ഏക്കേഴ്സിലാണ് വരുന്നത്. ടോട്ടൽ ലാൻഡ് ഏരിയ 17 ഏക്കേഴ്സിലാണ് വരുന്നത്. സോ അതിൽ 3 വിങ് ആയിട്ട് ടവേഴ്സ് വരുന്നത്. നോർത്ത് വിങ്,
ദെൻ ഈസ്റ്റ് വിങ്, സൗത്ത് വിങ്, അങ്ങനെ 3 വിങ് ആയിട്ടാണ് വരുന്നത്. അതിന്റെ സെന്ററിൽ ഒരു 5 acre അർബൻ പാർക്ക് വരുന്ന രീതിയിലാണ് പ്രോജക്റ്റിന്റെ ലേഔട്ട് വരുന്നത്. സോ ആക്ച്വലി നോർമലി ബിൽഡേഴ്സ് എങ്ങനെ വെച്ചാൽ മാക്സിമം ടവേഴ്സ് ഫില്ല് ചെയ്യാനേ നോക്കുള്ളൂ. ഒരു ഈവൻ ഒരു 5 സെന്റ് സ്ഥലം കിട്ടിയാൽ തന്നെ മാക്സിമം ടവേഴ്സ് അത്രയും ഓപ്പൺ സ്പേസ് വരുന്നത്. ഈ അപ്പാർട്ട്മെന്റ് താമസിക്കുന്ന എല്ലാവരും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പുറത്തിറങ്ങി നടക്കാനുള്ള സ്ഥലമില്ല, അങ്ങനെയൊക്കെയാണ് പൊതുവെ കംപ്ലൈന്റ്സ് വരുന്നത്. സോ ഇതാകുമ്പോൾ അത്രയും ഓപ്പൺ സ്പേസ് ഉണ്ട്. സോ ഇവിടെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറീന വണ്ണിൽ ഒരുപാട് ആമിനിറ്റീസ് ഫില്ല് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു 50 മീറ്ററിന്റെ സ്വിമ്മിംഗ് പൂൾ. ലൈക്ക് സാധാരണ ബിൽഡിംഗ്സിൽ അങ്ങനത്തെ ഉണ്ടാവില്ല, അപ്പാർട്ട്മെന്റ് സെഗ്മെന്റിൽ ഉണ്ടാവില്ല. ഇതൊരു ഒളിമ്പിക് സൈസ് മെഷർമെന്റ് വരുന്നത്. 50 മീറ്റർ സ്വിമ്മിംഗ് പൂൾ, ദെൻ ഇവിടെ ഒരു കിഡ്സ് പൂൾ ഉണ്ട്, ദെൻ ഇവിടെ ഒരു ബീച്ച് ഡെക്ക് വരും. സോ ഇവിടുത്തെ ഫ്ലോറിംഗ് ഒക്കെ ഒരു സാൻഡി ടെക്സ്ചർ വരുന്ന രീതിയിലായിരിക്കും അതിന്റെ ഫിനിഷിംഗ് വരുന്നത്. എനിക്ക് അറിയായിരുന്നു ഇത്, അതുകൊണ്ടാണ് ഞാൻ ഇത് കടലെന്ന് പറഞ്ഞത്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതാണ് ഞാൻ ബീച്ച് ഡെക്ക് എന്നുള്ള രീതിയിലാണ് ആ സ്വിമ്മിംഗ് പൂൾ ഫിനിഷ് ചെയ്യുന്നത്. ദെൻ ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ വരും ഫുൾ ആയിട്ട്. ദെൻ ആ ട്രാക്ക് വരുന്നത് ജോഗിംഗ് ട്രാക്ക്, ഒരു 700 മീറ്റേഴ്സിന്റെ ജോഗിംഗ് ട്രാക്ക് ഉണ്ട്. അപ്പൊ രാവിലെ വൈകുന്നേരമൊക്കെ ജോഗിങ് ചെയ്യാനായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമുക്കൊരു 1 acreൽ ഗോൾഫ് പട്ടിംഗ് ഗ്രീൻ ഉണ്ട്. ചെറിയ രീതിയിൽ ഗോൾഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ലൊക്കാലിറ്റിയിൽ 1 acreൽ പട്ടിംഗ് ഗ്രീൻ എന്ന് പറയും. ചെറിയ രീതിയിൽ ഗോൾഫ് പ്ലേ ചെയ്യാം. ഇവിടെ ഒരു ബയോ പോണ്ട് ഉണ്ട്, ദെൻ സ്കേറ്റിംഗ് റിംഗ്, ആംഫി തിയേറ്റർ, ദെൻ ഒരുപാട് സ്പോട്ട് ലൈറ്റ്സ് എല്ലാം ഉണ്ട്. സോ ഈ ഏരിയയിലാണ് ഈ ഏരിയയുടെ അട്രാക്ഷൻ വരുന്നത്. സോ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ആ ഭാഗത്ത് സീനിയർ സിറ്റിസൺസ് പവലിയൻ എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലാറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി സ്പെൻഡ് ചെയ്യാം. ആ സമയത്തൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ തന്നെ മേടിച്ചു വെക്കാം അപ്പാർട്ട്മെന്റ്സ് എല്ലാം. ഈ ഒരു പോർഷന്റെ താഴെയാണ് 2 ഫ്ലോറിൽ ക്ലബ് ഹൗസ് വരുന്നത്. ഞാനത് ചോദിക്കാൻ വരായിരുന്നു, ഇതെന്താ ഈ അപ്പാർട്ട്മെന്റിന്റെ എയറിൽ ഇരിക്കുന്നത്? അല്ല, അത് ആദ്യത്തെ 2 ഫ്ലോർ കാർ പാർക്കിംഗ് ആണ്. ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ഫ്ലോർ കാർ പാർക്കിംഗ് ആയിട്ട്. ഞാൻ വിചാരിച്ചേ പണ്ട് മറ്റേ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കി അത് ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കും. സാധാരണ പൊതുവെ എല്ലാവരും പറയും വാട്ടർ പ്രോപ്പർട്ടി ഇവിടെ വെള്ളം കയറുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കും. പൊതുവെ അവിടെ മാത്രമല്ല എറണാകുളത്ത് മൊത്തം വെള്ളം കയറുന്നില്ല എന്നാണ് ചോദ്യം. ഇവിടെ അങ്ങനെ വരില്ല, കാരണം ഒന്ന് സീ കണക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് വെള്ളം ഒഴുകി പോവുകയും ചെയ്യും. വെള്ളം ഒരിക്കലും ഇങ്ങോട്ട് കയറത്തില്ല. ഈ റോഡിലേക്ക് അങ്ങനെ വെള്ളം കയറുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല, ഈ പ്രോജക്റ്റിലേക്ക് വരുന്നില്ല. Then coming back to club house, ഈ ലൊക്കാലിറ്റിയുടെ താഴെയാണ് ക്ലബ് ഹൗസ് വരുന്നത്. 48,000 സ്ക്വയർ ഫീറ്റിൽ ക്ലബ് ഹൗസ് ഉണ്ട്. അതിൽ ഒരുപാട് ആമിനിറ്റീസ് ഉണ്ട്. ലൈക്ക് സ്ക്വാഷ് കോർട്ട് ഉണ്ട്, ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, ചെസ്, ക്ലിനിക്, ക്രഷ്, ഹെൽത്ത് ക്ലബ്, മിനി സൂപ്പർ മാർക്കറ്റ്, 2 മൾട്ടിപർപ്പസ് ഹാൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആമിനിറ്റീസ് ആ ക്ലബ് ഹൗസിനുള്ളിൽ വരുന്നത്. പിന്നെ യൂണീക്ക് ആയിട്ട് ഒരു ഓൾമോസ്റ്റ് 40 സീറ്റിന്റെ മിനി തിയേറ്റർ ഉണ്ട്. ഇവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഇടക്കിടക്ക് കേട്ടോ, സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തപ്പോ ഫിലിംസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കോർണറിൽ ഒരു മൾട്ടിപർപ്പസ് കോർട്ട് ഉണ്ട്. അതിൽ മിനി ഫുട്ബോൾ കോർട്ട്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ ഇവിടെ ഉണ്ട്. മൾട്ടിപർപ്പസ് കോർട്ട് വരുന്നുണ്ട് അവിടെ. ഒരു മിനി ഫുട്ബോൾ കോർട്ട്, വോളിബോൾ, ഹെലിപാഡ് വരുന്നുണ്ട്. ഓരോ ഹെലിപാഡ് വരുന്നുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഈ ടവറിലായിരിക്കും ഹെലിപാഡ് വരിക. ഈ വിങ്ങില് ഇവിടെ വരുന്നുണ്ട്. ആ ടവറിൽ ഹെലികോപ്റ്റർ നടക്കാൻ പറ്റും. ഹെലികോപ്റ്റർ കാരണം പ്രോജക്ട് തൊട്ടടുത്ത് തന്നെയാണ് ആസ്ട്രോ ഹോസ്പിറ്റൽ വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വരുന്നുണ്ട്. സോ മെയിൻ ആയിട്ട് ഒരുപാട് കാരണം ഇപ്പോ ഇവിടുന്ന് എയർപോർട്ടിൽ പോകണമെങ്കിൽ പെട്ടെന്ന് എത്താം. കാരണം ഇപ്പോൾ വേറെ ട്രാഫിക് ഇഷ്യൂസും കാര്യങ്ങളും ഈ ലൊക്കാലിറ്റി. നിങ്ങൾക്കുണ്ടോ? ഇതിന്റെ ബാക്കിലും പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഗസ്റ്റ് പാർക്കിംഗ് എല്ലാ ടവറിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് ഗസ്റ്റ് പാർക്കിംഗ് വരും ഫുൾ ആയിട്ട്. ചേട്ടാ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പൊ ഒരെണ്ണം 25 നിലയുണ്ട്. അല്ല, അത് ഈ സൗത്ത് വിങ്ങിൽ ഓരോ 3 വിങ് ആയിട്ടാണ്. നോർത്ത് വിങ്, ഈസ്റ്റ് വിങ്, സൗത്ത് വിങ്. സോ ഈ സൗത്ത് വിങ്ങിൽ വരുന്നത് 25 ഫ്ലോർ ഹൈറ്റ് വരുന്നത്. ഈസ്റ്റ് വിങ്ങിൽ വരുന്നത് 27, ദെൻ നോർത്ത് വിങ് വിൽ ബി 28. എല്ലാം ഡിഫറെന്റ് ആണ്. ഓരോ വിങ്ങും ഓരോ ഹൈറ്റ് വരുന്നത്. ഓരോ അപ്രൂവൽസ് വേണം, ലൈക് ഗവൺമെന്റ് അപ്രൂവൽസ്, നേവി ക്ലിയറൻസ് എല്ലാം വേണം. അതുകൊണ്ടാണ് ഓരോ വിങ്ങിനും ഓരോ ഹൈറ്റ് വരുന്നത്. സോ ബാക്കി എല്ലാ ഗവൺമെന്റ് അപ്രൂവൽസ് എല്ലാം ക്ലിയർ ആണ്. അതുകൊണ്ട് ലൈക്ക് വേറെ പൊതുവെ അപ്പാർട്ട്മെന്റ്സ് എടുക്കാൻ വരുന്ന ആൾക്കാർ പറയും ഇവിടെ ഈ മരത്തിലുണ്ടായ പോലത്തെ ഫ്ലാറ്റ് ഡിമോളിഷൻ ഇഷ്യൂസ് ഒക്കെ
ബട്ട് ഈ ലൊക്കാലിറ്റി അങ്ങനെ വരുന്നില്ല. നമുക്ക് ഓൾറെഡി അതിന്റെ അപ്രൂവൽസ് എല്ലാം ഉണ്ട് ഓൾറെഡി. കാരണം അത് ഗവൺമെന്റ് റീക്ലെയിം ലാൻഡ് ആണ്. അത് മാത്രമല്ല പ്രോപ്പർട്ടി ഫ്രണ്ടിലൊക്കെ ഇന്റേണൽ റോഡ്സ് ഉണ്ട്, ഗവൺമെന്റ് ഇന്റേണൽ റോഡ് വാക്ക്വേസ് എല്ലാം വരുന്നുണ്ട്. അത് കാരണം ആ ഒരു CRSHന്റെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഈ ലൊക്കാലിറ്റിയിൽ വരുന്നില്ല. എല്ലാ ബാങ്ക്സും എല്ലാം അപ്രൂവ്ഡ് ആണ്. സ്റ്റേറ്റ് ബാങ്ക്, HDFC. നമുക്ക് ഈ പ്രോജക്റ്റിൽ ടോട്ടലായിട്ട് 1141 അപ്പാർട്ട്മെന്റ്സ് ആണ് ഫ്രം 12 ടവേഴ്സ്. ആസ് ഓഫ് നൗ നമ്മൾ ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 10 ആകുമ്പോൾ നമുക്ക് ഞങ്ങൾക്ക് വിൽക്കാനുള്ള ശരിക്കും ഓൾമോസ്റ്റ് 30 to 35 നമ്പേഴ്സ് വിൽക്കാനുള്ളൂ ഔട്ട് ഓഫ് ഓൾമോസ്റ്റ് 800 to 850. ഇനി പുതിയ ടവേഴ്സ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 4 ടവേഴ്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ വരുന്ന E7, E8, then S9, S10. അങ്ങനെ ഈ 4 ടവർ നമ്മൾ വിത്തിൻ ഒരു 30 days കൊണ്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ ഇങ്ങനെ ഒരു 2 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ് എത്രയായിരിക്കും റേറ്റ് വരുന്നത്? നമുക്കിപ്പോ കറന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ടവേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 2.5 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.5 ആണ്. Then maximum ഒരു ഓൾമോസ്റ്റ് 5.8 crore വരെയുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ്. അത് അമ്യൂണിറ്റീസും വ്യൂസും ഒക്കെ വെച്ചിട്ടാണ് ഏരിയ വൈസ് ലൈക്ക് നമുക്ക് 2500 to 2300 to 3700 സ്ക്വയർ ഫീറ്റ് വരെയുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്ക് ഈ പ്രോജക്റ്റ് വരുന്നത്. ഇതിന്റെ പുറകിൽ മംഗളമാണ്. നമുക്ക് റിഗാർഡിംഗ് വ്യൂ നോക്കുകയാണെങ്കിൽ ഓരോ അപ്പാർട്ട്മെന്റ്സും ഡിഫറെന്റ് വ്യൂസ് വരും. ഈ ഒരു പോർഷന്റെ ബാക്ക് സൈഡിലാണ് മംഗളവനം സാനിറ്ററി വരും. ഇതിന്റെ നേരെ ബാക്ക് സൈഡ് അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലൈക്ക് വേറെ ബിൽഡിംഗ്സ് ഒന്നും വരുന്നില്ല. ലൈക്ക് സാധാരണ അപ്പാർട്ട്മെന്റ്സ് ഗ്രീനറി വേറെ ബിൽഡിംഗ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഗ്രീനറി കിട്ടും. സോ ആക്ച്വലി ഇവിടെ വരുന്ന അപ്പാർട്ട്മെന്റ്സിനൊക്കെ ബെനിഫിറ്റ് ആണ്. കാരണം തൊട്ടടുത്ത് വേറെ ബിൽഡിംഗ്സോ കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ഇതിന് വേറൊരു വ്യൂ വരാൻ പോകുന്നത് ഈ 3 bedrooms ഒക്കെ വരുമ്പോൾ നേരെ പിന്നെ വാട്ടർ വ്യൂ വരും. ഫയർ ഫോഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് സീ വ്യൂ എല്ലാം കിട്ടുന്നുണ്ട്. ഷിപ്പ് മൂവിയാണ് കാണാം. ഷിപ്പ് യാർഡിലൊക്കെ ഷിപ്പ് നമുക്കൊരു സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് അതൊരു 4 bedroom ഇല്ല, ഒരു സാമ്പിൾ ഫ്ലാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3700 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK. അത് ഫുൾ ഇന്റീരിയർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഷോബയുടെ തന്നെ ഇന്റീരിയർ ഡിവിഷൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞില്ല, ആക്ച്വലി മറീന വൺ ആക്ച്വലി ഒരു കോമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്. ശോഭ ഡെവലപ്പേഴ്സും പൂർവ്വന്തര ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഈ രണ്ട് ഹ്യൂജ് ബിൽഡേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം ഫുൾ ശോഭ ഗ്രൂപ്പിന്റെ വരുന്നത്. സോ ആ ഒരു ഫിനിഷിംഗ് എല്ലാം എക്സ്പെക്ട് ചെയ്യാം. ശോഭയുടെ കൺസ്ട്രക്ഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതെല്ലാം നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഓൾറെഡി 2 ടവർ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്തു. M3 and E4 ടവർ, ഈ 2 ടവർ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്തു. അവിടെ കസ്റ്റമേഴ്സ് എല്ലാം താമസം തുടങ്ങിയിട്ടുണ്ടോ? രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഒരു ഓൾമോസ്റ്റ് 20-25 ഫാമിലീസ് താമസിക്കുന്നുണ്ട് അവിടെ. സോ അത് നമുക്ക് അവര് ഇന്ത്യയിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. സോ മേ ബി വിത്തിൻ ഒരു 6 months തന്നെ നമുക്ക് ഒരു 60% ഓക്യുപ്പൻസി. അപ്പൊ നമുക്ക് പോയി ഇതിന്റെ അകത്ത് കാണാമല്ലോ. ഞങ്ങൾ അവരെ ദൂരെ കളഞ്ഞിട്ട് വ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അപകടം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബാൽക്കണി. പനിപ്പൂര പോലത്തെ മുടി അടിപൊളി. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റേ ആ ടെന്നീസ് കോർട്ടും ഒക്കെ വരുന്നത് കേട്ടോ. അടിപൊളി. നമ്മള് സാമ്പിളിലേക്ക് നടക്കില്ലേ, എക്സൈറ്റ്മെന്റ് കളയുണ്ടാവും. എടാ മോനെ ബുക്ക് ഷെൽഫ് അടിപൊളി. സൂപ്പർ വരുന്നുണ്ടോ. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഫ്ലാറ്റിൽ കയറിയാൽ ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലാറ്റിൽ കയറിയാൽ നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം ഇത് പക്ഷെ കുറച്ചുകൂടെ ഹൈറ്റില് അല്ലെങ്കിൽ സാമ്പിൾ ആട്ടോ. സാമ്പിൾ ആയതുകൊണ്ട്
നമ്മൾ താഴെയുള്ളവർക്ക് എങ്ങനെ ഉണ്ടാവുന്നതാണ്. ഞാൻ മാക്സിമം മുകളിൽ സജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ എന്തുവാ? ഇതാണ് ക്ലബ് ഹൗസ് വരുന്നത്. ഇവിടെയാണ് കൺസ്ട്രക്ഷൻ പറ്റില്ല. ആ വിൻഡോസ് കാണുന്നില്ല, അതെല്ലാം ക്ലബ് ഹൗസ് വരുന്നത്. മേളിലാണ് അപ്പം ഫ്ലാറ്റ് വരുന്നത്. എക്സാക്ട്ലി കറക്റ്റ്. അതിപ്പോ ഒരു അതി കണ്ടപ്പോ ഇത്ര ആ ബ്ലൂ ഷീറ്റ്സ് ഒക്കെ വെച്ചിട്ടില്ലേ, ആ ലെവലിലാണ് പാർക്ക് ഒക്കെ വരുന്നത്. ആ ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് 5 ഏക്കർ പാർക്ക് ക്രിയേറ്റ് ചെയ്യും. ദെൻ ലൈക്ക് അവിടെയാണ് സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ വരുന്നത്. ഇപ്പൊ അവിടെ ഒരു ഡ്രസ്സിംഗ് ചേഞ്ചിങ് ഏരിയ ആണ് കാണുന്നത്. ആ റൂംസ് പോലെ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് സ്വിമ്മിംഗ് പൂൾ. ബ്ലൂ ടൈൽസ് ഉണ്ടോ? ബ്ലൂ ടൈൽസ് ഉണ്ടോ? സ്വിമ്മിംഗ് പൂളിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗം ഇങ്ങോട്ടേക്ക് ഇനി വരാനുണ്ടല്ലേ? റൈറ്റ് സൈഡിലേക്ക് ഇനി ടവേഴ്സ് ഒക്കെ വരാനുണ്ട് ഫുള്ളായിട്ട്. ഇതൊക്കെ അത്രയും ഹൈറ്റ് ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന ഹൈറ്റിന്റെ മേളിൽ തൊട്ടേ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ക്ലബ് ഹൗസ് ശരിക്കും പറഞ്ഞാൽ ആറ്റ മുതൽ ഇവിടെ വരെ വരുന്നത്. ഫ്ലാറ്റിന്റെ വ്യൂ ആണ് ഇത്. താഴത്തെ ഫ്ലാറ്റിന്റെ അല്ല, ഇത് മറ്റേ ക്ലബ് ഹൗസിന്റെ വ്യൂ ആ നമ്മളിപ്പോ കാണുന്നത്. ക്ലബ് ഹൗസ് ഇതിന്റെ മേളില് പാർക്ക്, ഇതിന്റെ സൈഡിൽ നിന്നല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ മേളിലാ വ്യൂ കിട്ടണത് ഫസ്റ്റ് ഫ്ലാറ്റിന്റെ. അപ്പൊ നിങ്ങളുടെ ഫ്ലാറ്റിന് എന്നാ അടിപൊളി വ്യൂ ആയിരിക്കും. അല്ല എന്നാലും ഞാൻ 23ാമത്തെ നില എന്ന് പറയുമ്പോ ശരിക്കും 23 അല്ലല്ലോ, 25 എന്നാലും 25, 26ാമത്തെ ആ ഒരു എഫക്ട് കിട്ടും. സോ ബാക്കിലേക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്യാം. ഫ്ലോറിംഗ് ഇതേപോലെ ഫിനിഷ് ചെയ്യും. സെറാമിക് രണ്ടെണ്ണം ഞാൻ അടിയാന്ന് പറയാൻ വേണ്ടി അവന് ചായ കുടിക്കാം. ഇതിനൊക്കെ മാത്രം സാമ്പിൾ ഫുൾ ഇന്റീരിയർ ചെയ്തിട്ടാണ്. ഇതിപ്പോ ഷോപ്പയുടെ ഇന്റീരിയർ ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. ഇത് മാറ്റിയപ്പോഴത്തേക്കും ഈ ഇന്റീരിയർ സാധനങ്ങൾക്ക് എന്ത് ചെയ്യും? എല്ലാം മാറ്റി നമ്മൾ മാറ്റും. റീയൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് കമ്പനി അല്ലേ, റീയൂസ് ചെയ്യുന്ന ഓപ്ഷൻ. ഇതൊക്കെ എടുത്ത് കളയുന്നുണ്ടെങ്കിൽ പറയാനുണ്ടോ? ഞാൻ മുതൽ സ്റ്റാച്ചു ഒക്കെ കൊണ്ടുവരുന്നത് നേരത്തെ ബുക്കിലാണ് ഓരോരുത്തരെ നേരത്തെ എഴുതി വെച്ചിരിക്കുകയായിരിക്കും അല്ലേ? മറ്റേ ഫ്ലാറ്റ് കൊണ്ടിട്ടുണ്ട്. Please, cheers, guys. The kitchen portion of the actually during handling over kitchen full blank ആയിരുന്നു. Just one table. എല്ലാം കസ്റ്റമറുടെ ചോയ്സ് ചെയ്യുന്നത്. മനസ്സിലായി. ഇന്റീരിയർ ഇതല്ല കേട്ടോ. ഇന്റീരിയർ നമ്മൾ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ ഇന്റീരിയർ. ഇതിപ്പം നമുക്കൊരു സാമ്പിൾ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ഇന്റീരിയർ ചെയ്ത ആളെ കൊള്ളാട്ടോ. നന്നായിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതെ പൂവലിനെ എനിക്കറിയാം. നല്ല സീനും ഒക്കെ. വെരി നൈസ്. നല്ല സ്പേസ് ആണ്. ഓ ഇത് നമുക്ക് 5 ബർണർ കലം വെക്കാൻ. എന്റെ കുക്കിംഗ് സ്കിൽസിനെ പറ്റി അറിയത്തില്ല. അപ്പൊ അത് ഒന്നല്ല, ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. മടിയുള്ള ദിവസങ്ങളിൽ അത്ര ഇഷ്ടമില്ല. ഞാൻ അത് ചോദിക്കാൻ വരെയായിരുന്നു. ഈ തുണി വിരിക്കാനാണ് ഏറ്റവും അതാണ്. ആരെങ്കിലും ഒക്കെ വരുമ്പോ ഈ ബാൽക്കണിയിൽ നിന്ന് വന്നിട്ട് വെറുക്കാൻ നടക്കണം. ഇത് മറ്റേ നമ്മുടെ വീടുകളിൽ വർക്ക് ഏരിയ പോലെ എന്റെ മോനെ. ഓ ഈ ബെഡ്റൂം കൗണ്ട് ചെയ്യാനാണ് 3 ബെഡ്റൂം 4 ബെഡ്റൂം. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് കയറിക്കോളാം. കൊള്ളാം. ഇത് തന്നെ സെറ്റപ്പ് ആയിട്ട്. ആക്ച്വലി നമുക്ക് 4 ബെഡ്റൂംസിനൊക്കെ പാസേജിലേക്ക് ഇവിടെ തന്നെ ഒരു ആക്സസ് ഉണ്ട്. നമുക്ക് മെയിൻസിന് മെയിൻ ഡോർ യൂസ് ചെയ്യിപ്പിക്കേണ്ട കൺസെപ്റ്റില് ഇങ്ങനത്തെ ഒരു ഡോർ എക്സ്ട്രാ ഓ നൈസ്. അപ്പൊ നമ്മള് ഇപ്പം പറഞ്ഞ പോലെ ജോലിക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പം മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ട് ജോലിക്കാര്. അവർക്ക് നിൽക്കാനുള്ള ഒരു റൂമാണിത്. കൊള്ളാം. ക്യൂട്ട് റൂം ആക്ച്വലി. നല്ല സ്പേസ് ഉണ്ട്. ആ നല്ല അതാ ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് നന്നായിട്ട് നിൽക്കാനുള്ള അതില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇതില്ലാതെയാണ് നമ്മൾ 3 ബെഡ്റൂം 4 ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ. വാഷ്റൂം ഇവിടെ ഇതൊരു നോർമൽ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മെയിൻ ആയിട്ട് കാരണം ഞാൻ അപ്പാർട്ട്മെന്റ്സിൽ നിൽക്കുന്നത് കൊണ്ട് ദുരിതം നന്നായിട്ട് വൃത്തികേട് കാണും.
ഇത് പക്ഷെ കൊള്ളാം. ഇത് അടിപൊളി ആയിട്ടുണ്ട്. സെൻട്രലൈസ് എ സി ആണോ? അല്ല, നോർമലി എ സി. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ബെഡ്റൂം അതാണ്. കലവറയിൽ നിന്ന് മണിയറയിൽ പക്ഷെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിന് വെച്ചിട്ടുണ്ടോ. ഓ കൊള്ളാട്ടോ, പൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ആഹാ, കണ്ണ് തുറക്കുമ്പോഴേ ഇങ്ങനെ ഒരു വ്യൂ. പിന്നെ അടുക്കളയൊക്കെ ഉപയോഗിച്ചത് തന്നെ ഇവിടെ തന്നെ തിരിച്ചു നോക്കിട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ വ്യൂ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഈ ജെല്ല് തുറന്നു കിടക്കുന്നെങ്കിൽ രാവിലെ എഴുതിപ്പിക്കും തണുത്തത്. ആ വെയില് നല്ലായിരിക്കും അല്ലേ. അതിന് നമ്മൾ മറ്റേ സ്വിച്ചിടുമ്പം വരുന്ന കർട്ടൻ വെക്കണം. ഇതാണ് ടോയ്ലറ്റ്. നൈസ്, അടിപൊളിയുണ്ട്. നല്ല കളർ ഷീറ്റ്സ് ഒക്കെ. പിന്നെ ഇങ്ങനെ വന്നിട്ട് കാണാൻ വന്നിട്ട് മേടിച്ചിട്ട് പോയാലും വലിയ ഇതൊന്നുമില്ല. ഇനിയിപ്പം ചേട്ടൻ സിംഗപ്പൂര് പോകുമ്പം വീടൊക്കെ തൂത്ത് വളച്ചിടാൻ ആളില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തൂക്കാൻ വരാം. ഞങ്ങൾ പ്രശ്നമില്ല കേട്ടോ, നന്നായി തൂത്ത് വളർത്തി നന്നായിട്ട് തൂക്കാൻ അറിയാൻ വിചാരിച്ചു. ഇവിടെ കോമൺ ടോയ്ലറ്റ് വരും അല്ലേ. ടോയ്ലറ്റ് സ്പേസ് ഒക്കെ നല്ല, കാരണം ഈ മെറാൻഡ്രയിൽ പൊതുവേ ഉള്ള ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ പൊതുവെ ഇവിടെയുള്ള പ്രീമിയം ബിൽഡേഴ്സിലൊക്കെ ടോയ്ലറ്റ് സൈസ് ഭയങ്കര കുറവായിരിക്കും. കാരണം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം മലയാളിക്ക് എങ്ങനെ വെച്ചാൽ ടോയ്ലറ്റ് മിനിമം സ്പേസ് വേണ്ട ആഗ്രഹം ഉണ്ട്. ശരി, ഇവിടെ സ്പേഷ്യസ് ആയിട്ടാണ് വരുന്നത് ടോയ്ലറ്റ്സ്. അത് വേറെ ബെഡ്റൂം ആണ്, ലൈക്ക് ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടല്ല. ഇവിടുന്ന് ഇങ്ങനെ വരും അല്ലേ. ഇപ്പൊ പാർക്കിന്റെ ബിൽഡിംഗ് വരുന്നില്ലല്ലോ, ടെമ്പററി ബിൽഡിംഗ് ഇടക്കിടക്ക് ഞാനത് മറന്നു. സോറി ഗൈസ്, ഇത് നമ്മൾ ടോയ്ലറ്റ് ഇതൊരു മായാലോകം. ഇത് ടോയ്ലറ്റ് ഇത് ടോയ്ലറ്റ് ഇല്ല, കോമൺ പറഞ്ഞത്. ഇതിപ്പോ 4 ബെഡ്റൂം നമ്മൾ കയറുന്ന 3rd ബെഡ്റൂം ആണ്. ഉറങ്ങിയിട്ട് ഇതിന്റെ ഇന്റീരിയർ എല്ലാം ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. ഇതിവരെ സാമ്പിളിന് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടാവും എടുക്കുന്നവർ. ഇതിന് ടോയ്ലറ്റ് ഉണ്ട് മറ്റേതുപോലെ തന്നെ. എനിക്ക് ഇത്രയും മോശം മാത്രമേ കുഴപ്പമില്ല. അപ്പൊ ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ടില്ല. കുറവിട്ട് കാരണം ഇവിടെ ബാൽക്കണി. മെയിൻ്റെനൻസ് നടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ച് പെയിന്റിംഗ് വർക്ക് എല്ലാം പെൻഡിംഗ് ആണ്. ഒന്നാമത്തെ കാര്യം ഇത് നല്ല ഡെറ്റോൾ എടുക്കാൻ കയറുന്ന ഭയങ്കര സ്പേഷ്യസ് ആണ് ബെഡ്റൂംസ് ഒക്കെ. ഓൾമോസ്റ്റ് 20 to 14 feet വരുന്നുണ്ട്. Then balcony, huge balcony വരുന്നുണ്ട്. അത് മാത്രമല്ല വലിയ നോയ്സ് ഒന്നുമില്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ട്. ഈ ലൊക്കാലിറ്റിയുടെ അഡ്വാൻറ്റേജ് ഇതാണ്. കാരണം ഹെവി വെഹിക്കിൾസ് ഒന്നും ഈ വഴി പോകുന്നില്ല. ലൈക്ക് ബസ്, ലോറി അങ്ങനത്തെ വെഹിക്കിൾസും ഈ വഴി പോയിട്ടുണ്ടാവും. സോ അതാണ് ഒരു ഏരിയക്കാണ് ഇവിടെ വരുന്നത്. അത്രയും പ്രൈവസി എല്ലാം കിട്ടുകയും ചെയ്യും ഈ ഭാഗത്തേക്ക്. മുകളിലോട്ട് ഫ്ലോറിലോട്ട് പോകുന്നത് അതുപോലെ തന്നെ ആ ബെഡ്റൂം എടുത്തു. ഞാൻ ഈ ബെഡ്റൂം എടുത്തു. എനിക്ക് ഈ ബെഡ്റൂം എന്റെ വർക്ക് സ്പേസ് ആണ്. വർക്ക് സ്റ്റേഷൻ നമ്മളത് ഐഡന്റിഫൈ അത്രയും സ്പേഷ്യസ് ആണ് ബെഡ്റൂംസ്. വാക്കിംഗ് വാർഡ്രോബ് ഉണ്ട്. ഒരു സീനിയും കൂടെ വരാൻ പോലെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. അല്ലെ ഇതെല്ലാം അവിടെയായിരുന്നു. ടിവിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വാഷ്റൂം ആയിരുന്നു അല്ലേ. മാസ്റ്റർ ടോയ്ലറ്റ് സെപ്പറേറ്റ്. ഇതിലുള്ള ആക്ച്വലി ഓരോ ടവർ ഹാൻഡിലിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഈ വോൾ ടൈലും ഫ്ലോർ ടൈലൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാവും. അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ശരിക്കും ഒരു 2 നില വീട് കണ്ടവഞ്ഞ പോലെ ഉണ്ടല്ലേ. ഒരുപാട് 3700 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. പലരും ഈ ഒരു റേഞ്ച് എല്ലാവരും വീട് ആഗ്രഹിക്കുന്നു. അപ്പാർട്ട്മെന്റ് എടുക്കാന്നുള്ളൂ. അപ്പൊ അതിനെ പോലെ 20 പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നവർക്ക് പറ്റും. 20 പിള്ളേരൊക്കെ ഡാൻസ് പഠിപ്പിക്കുക ഇവിടെ. അതാണ് നോർമലി നമുക്ക് ഡൈനിങ് ഏരിയ വന്നു കഴിയുമ്പോൾ പിന്നെ കൺജസ്റ്റഡ് ആവും. പക്ഷെ ഇത് ഇത്രയും എത്രയോ ഒരു 8 സീറ്റർ ഉണ്ടല്ലേ. എന്നിട്ട് നല്ല സ്പേസ് ഉണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു.
ആക്ച്വലി ഇതിന്റെ ഒരു മിനി വേർഷൻ ആണ് സോ ആക്ച്വലി അനൗൺസർ എടുത്തേക്കുന്നത്. ആ അതാ ഞാൻ പറഞ്ഞു തുടങ്ങാൻ വരാം. അതിന്റെ ഇവിടെ ഉണ്ടാവില്ല സിംഗപ്പൂർ വെറുതെ പൊട്ടി പിടിച്ചിത്രയും ഇങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് തൂത്ത് കൊടുക്കാം. ഒന്നാലോചിക്കും. ഓ മൈ ഗാഡ്, അതൊരു അതൊരു appreciation അപ്രിസിയേഷൻ ആണ്. പ്രോപ്പർട്ടി. ഇതിന് നല്ല ഓഫർ എനിക്ക് ഇനി തരാനില്ല. ഇതുപോലെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, ബാക്കി ഞാൻ ഏറ്റ്. മനസ്സിലായി. അപ്പൊ ഗൈസ് നമ്മള് സാമ്പിൾ വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞു. ഇതൊന്നും ഇതുപോലെ അല്ല എന്നല്ല, ഇങ്ങനെയാണ് വരിക. മര്യാദക്ക് തൂത്തും മഴയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും. പിന്നെ ഇത് ഓരോന്നും ഡിഫറെന്റ് ആവും. ഇപ്പൊ കളർ പാറ്റേൺ ഒക്കെ ഇതൊരു എനിക്കൊന്ന് പേസ്റ്റൽ ഷെയ്ഡ്സും ഗ്രേഷ് ആ ഒരു ഷെയ്ഡിൽ ഇത് മൊത്തം വരുന്നത്. നമുക്ക് പിങ്ക് ആണെങ്കിൽ പിങ്ക് ആക്കാം. അതാ ഇന്റീരിയർ നമ്മൾ അതനുസരിച്ച് ഇപ്പൊ എന്റെ ഹോം ടൂർ കണ്ടപ്പോ എല്ലാവരും പറഞ്ഞ അടിപൊളിയാണ്. അത് ആദ്യം കണ്ടപ്പോ അതിനൊന്നും വരുന്നില്ലുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പണിയെടുത്ത് വൈറ്റ് അധികം കയറ്റിയാണ് അതിനാ വൈറ്റും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷൻ വന്നപ്പോൾ അതിനാ ഭംഗിയാണ്. അതുപോലെ നമ്മൾ ആ പണ്ടം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇന്റീരിയർ ചെയ്യുന്നു അത് ആ ഭംഗിയിലിരിക്കും. അതുകൊണ്ട് ഈ സിനിമത്തെ സാധനങ്ങളൊന്നും വിൽപ്പനയില്ല. വിൽപ്പനകളൊക്കെ മാറ്റി ഊന്നി ഞാൻ പറയാം. എന്നാലും ഇത് പൊളിച്ചു കളയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം. അതാ ഒന്നാലോചിച്ചൊക്കെ ഈ ഫുൾ ബിൽഡിംഗ് ഇപ്പൊ കണ്ടതെല്ലാം ശൂന്യമാകും. ടെന്നീസ് കോർട്ടിൽ ക്രിക്കറ്റ് ചൂടല്ലേ വരുന്നത്. അല്ലേ എന്നാലും ഇത്രയും ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ്, ഒരാൾക്കല്ല ഒരു 20 പേർക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിനി പൊളിച്ചു കളയാൻ അറിയുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ പോയപ്പോ കണ്ടില്ല മരീന മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനൊരു അപ്പാർട്ട്മെന്റ് മ്യൂസിയം കാണുന്നത്. നിങ്ങൾ ആരുടെ കണ്ടിട്ടുണ്ട്? പിന്നെ നിങ്ങളൊന്ന് കുച്ചിച്ചിരിക്കുന്ന അതെന്ത് സ്വഭാവം? ഓ പറയുന്ന ചിരി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല ഇവിടെ ഒന്നും പറഞ്ഞുള്ള ഞാൻ ചിരിച്ചില്ല. ആദ്യം ചിരിച്ചത് ഞാൻ ചിരിച്ചില്ല എന്നൊക്കെ. പുതിയ അപ്പാർട്ട്മെന്റ് വാങ്ങിയാൽ തന്നെ അഹങ്കാരം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒറിജിനൽ വേർഷൻ കാണാം. ഇപ്പൊ നമ്മൾ മ്യൂസിയം കണ്ടു, സാമ്പിൾ കണ്ടു. ഇനി നമ്മൾ ഇതിന്റെ ഒറിജിനൽ വാട്ട് ഈസ് ദ റിയൽ തിങ് നമ്മുടെ കയ്യിലേക്ക് താക്കോല് കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത് കണ്ടിട്ട് വെച്ചാൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം 75% കംപ്ലീറ്റ് ആയി. മൾട്ടിപർപ്പസ് ഹോളിന്റെ കോൺട്രാസ്റ്റ് വർക്ക് കഴിഞ്ഞു. നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ലുലുമാളിന്റെ അകത്തെ പോലത്തെ പാർക്കിംഗ് ഫീല്. അല്ല, ഞാനത് നേരത്തെ ഒരു ഡൗട്ട് ചോദിക്കണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ എന്റെ ഡൗട്ട് പറയുന്നത്. ഇപ്പൊ എനിക്ക് വീണ്ടും ആ ഡൗട്ട് വന്നു. ഇറങ്ങി വെച്ചു. ഓ, ഇത് ഗസ്റ്റ് പാർക്കിംഗ്. ഒരു വീട്ടുകാർക്ക് 2 പാർക്കിംഗ് കൊടുക്കും. ഒന്ന് ഗസ്റ്റും ബെഡ്റൂംസിനൊക്കെ 2 പാർക്കിംഗ് വരും. ഈ ബെഡ്റൂംസിന് ഒരു പാർക്കിംഗ് വരുന്നുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട്. അത് അടിപൊളിയാണ്. കാരണം 2 വണ്ടിയൊക്കെ മിക്കവർക്കും ഉണ്ടല്ലോ. ബാക്കി കണ്ടോ, ബാക്കി ടവറിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും താമസിക്കുന്ന ആൾക്കാർക്ക് അവർ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ലോബി വരുന്നുണ്ട്. നമ്മുടെ ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഒരു ഫ്ലോറിലെ പാസേജ് ചെയ്യുമ്പോൾ എന്റെ ചെവി കടന്നു ഇത്ര ഹൈറ്റ് കയറിയതിന്റെയാണോ? 2 അപ്പാർട്ട്മെന്റ് ഈ സൈഡിൽ വരുന്നത്, 2 അപ്പാർട്ട്മെന്റ് ആ സൈഡിൽ വരും. ഇത് നമുക്ക് കാണാൻ പോകുന്നത് 3500 സ്ക്വയർ ഫീറ്റ് വരുന്ന അപ്പാർട്ട്മെന്റ്. മെയിൻ ഡോർ ഇതേപോലെ വരുന്നത് ഒരു 8 ഫീറ്റ് ഹൈറ്റ് മെയിൻ ഡോർ വരും. 8 ഫീറ്റ് ഹൈറ്റ് മെയിൻ ബെഡ്റൂമിലേക്ക് പാസേജ് നിന്ന് ആക്സസ് ഓ, വരും. ഇതാണ് നമ്മൾ കണ്ട മെയിൻ ബെഡ്റൂം അല്ലേ? മെയിൻ ഡോർ ആ ഗൈസ്, ഇതാണ് അപ്പൊ ഒറിജിനലി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇന്റീരിയർ ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ്
ഇവിടെ ചായ കഴിക്കുന്ന ഓ വിഷയം കേട്ടാ ഓ മൈ ഗോഡ് അടിപൊളിയായിട്ടുണ്ടാവും ക്ലൗഡ് കാണുന്നത് നല്ല രസമുണ്ടല്ലേ രാത്രി അടിപൊളിയാ വാട്ടർ വ്യൂ കിട്ടും പിന്നെ സിറ്റി വ്യൂ കിട്ടുകയും ചെയ്യും. അതാണ് കടൽ. അടിപൊളി ഇങ്ങോട്ടേക്കുള്ളതെല്ലാം കാണാൻ ആ ആംഗിളിൽ നോക്കുമ്പോൾ അവിടെ കണ്ടോ ഷിപ്പ് മൂവി ഉണ്ടോ? ഇവിടെ ഉണ്ട്. ആ ഭാഗം ചെറായി വരുന്നത്, ചെറായി ഭാഗം വരുന്നത്. അവിടെ നിന്ന് പിന്നെ കടലാണ് ഫുള്ളായിട്ട് സീ വരും. അവിടെ ഷിപ്പ് മൂവിനെല്ലാം കാറ്റിപ്പ് ചെയ്തിട്ടുണ്ട്. ഷിപ്പ് മൂവിനെ കാണാൻ പറ്റുന്നുണ്ട്. വേറെ ബിൽഡിംഗ്സ് ഒന്നും വരുന്നില്ല, ലൈക്ക് ബിറ്റ്വീൻ വേറെ ബിൽഡിംഗ്സോ ഐലൻഡ്സ് ഒന്നും വരുന്നില്ല. കണ്ടിന്യൂസ് വാട്ടർ വേ വരും. നോർത്ത് സൈഡ്, നോർത്ത്. റൈറ്റ് സൈഡിലാണ് അവിടെ ആസ്ട്രോ ഹോസ്പിറ്റൽ അമൃത ഒക്കെ വരുന്നത്. അവരുടെ ഭാഗത്താണ് അമൃത ആസ്ട്രോ ഹോസ്പിറ്റൽ. ലുലു ഒക്കെ ടുവേർഡ്സ് റൈറ്റ് സൈഡിലേക്ക് വരുന്നത്. അപ്പാർട്ട്മെന്റ് മിനി വേർഷൻ, സോറി ഇത് ലാർജ് വേർഷൻ. മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. അത് ഇനീഷ്യൽ ടൈമിൽ ഇതിന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം मेरे हॉस्पिटल में डॉक्टर ने बोला इधर की हमारा लाइन में आपने बात करना पड़ेगा चले ഇതാണ് കിച്ചൺ ഏരിയ ഇതിനകത്ത് നമുക്ക് മറ്റേ വാഷിംഗ് മെഷീൻ ഒക്കെ കണ്ട് പ്ലേറ്റ് റൂമിലേക്കൊക്കെ പോകുന്ന കണ്ട ഏരിയ ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല. ആ ക്ലീൻസ് ആണ് തന്നെ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെയായിരുന്നു മറ്റേ ഇത് ഇവിടെയായിരുന്നു വരുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വരും, അവിടെ മെയിൻസ് ബെഡ്റൂം. ആ മെയിൻസ് ബെഡ്റൂം. ആ ഇങ്ങനെയാണ് വരാൻ. ഇതിനകത്ത് ഇത്രയും ഉണ്ടാവുള്ളൂ. ബാക്കി അലമാരിയും സാധനങ്ങളും ഒക്കെ ഇതിന്റെ അകത്ത് അകത്ത് തന്നെയാണ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഡെഫിനറ്റ്ലി ഓരോ സ്ട്രക്ചർ അനുസരിച്ച് അത് നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എടുക്കുന്നവര് വന്ന് ഒക്കെ നോക്കിയാൽ മതി. ഗ്യാസിന് വേണ്ടിയിട്ടാണോ അത്? ഞാൻ ഒരു ഡൗൺ നോക്കില്ലേ ബാക്കിയെല്ലാം എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. ബിൽഡിംഗ് തന്നെ AC ഔട്ടർ ബോക്സ് ഇവിടേക്കാണ് കണക്ട് ചെയ്യുക. അപ്പൊ പുറമേ വിസിബിലിറ്റി ഉണ്ടാവില്ല. അതേപോലെ AC ലെഡ്ജസ് വെച്ച് നമുക്ക് കവർ ചെയ്യും. പുറമേ വിസിബിലിറ്റി ഉണ്ടാവില്ല, ഫുള്ളി കവേർഡ് ആയിരിക്കും. ഉണ്ടായിരുന്നു നമ്മളോട് കേർട്ടൻസ് നമുക്ക് കവർ ചെയ്യും. പിന്നെ മറ്റേ ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ പെട്ടിട ഇങ്ങനെ നോക്കാം, നോക്കിയിരിക്കാം. ഇതിന്റെ വ്യൂസ് എല്ലാം നല്ല ഇതിനകത്ത് ഇതും നമ്മൾ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യും ഗ്ലാസ്. ബാക്കി എല്ലാത്തിനും നമ്മൾ വേണം. ഇത് മറ്റേ കോമൺ ഇത് കോമൺ ഇതിന് സെയിം ഇതുപോലെ തന്നെയാണ്. കല്യാണം ജസ്റ്റ് കഴിഞ്ഞവർക്കൊക്കെ എടുക്കാവുന്നതാണ്. നല്ല ഹാൻഡ് സ്പോട്ട് ബന്ധപ്പെട്ട റിസോർട്ടിൽ പോകണ്ടല്ലോ, സ്വന്തം വീട്ടിൽ കിടക്കാനോ. ആ ഇവിടെ നല്ല ഗ്ലാസ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്.
ഭയങ്കര ഡിഫറൻസ് മറ്റേ വീട് നമുക്ക് ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് വരുന്നത് വേസ്റ്റ് ഡിസ്പോസൽ അതുപോലെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോർമൽ അപ്പാർട്ട്മെന്റ്സിലെ പോലെ ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് നല്ല കാറ്റല്ലേ. ഹലോ ഗൈസ്, അപ്പോ നമ്മളുടെ ഹോം ടൂർ കഴിഞ്ഞ് ഇനി എനിക്ക് വയ്യ, എനിക്ക് വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല എന്നുള്ള സെറ്റപ്പിലായി. അപ്പൊ ഞാൻ ഇതുവരെ ഇവിടുത്തെ പലാരം ഞാൻ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് അബാദേട്ടന്റെ സജഷനിൽ പലാരത്തിൽ പോവാണ്. ഈ കുട്ടിക്ക് അത് കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടതാണ്. സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, വിശപ്പിന്റെ വിളി കാരണം വൈറ്റപ്പ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ കഴിക്കുന്നതൊന്നും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഞാൻ നല്ല ബിരിയാണി തട്ടി കിട്ടി, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ലിപ്സ്റ്റിക്കൊക്കെ പോയി. ഷോർട്ടിലേ ഉള്ളൂ. ഇന്ന് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല. എനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട്, അപ്പോൾ അതിന് ഓർണമെന്റ്സ് ഒക്കെ എടുക്കാൻ പോകണം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. പിന്നെ ഫ്ലാറ്റ് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. എനിക്കറിയത്തില്ല, ഇനി അവരോട് ചോദിച്ചിട്ട് തരുമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഞാൻ തരില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഫ്ലാറ്റ് ഇപ്പം തുറക്കാത്തേക്ക് എടുക്കുന്നില്ല. ഭാവി ദാശോ ചെല്ലാൻ സുലഭം.